സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. വേൾഡ് വാർ ഹൾക്ക് കോമിക് എക്സ്പ്ലനേഷൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓൾറെഡി 3 പാർട്സ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നൈസ്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സൗകര്യം പോലെ അതുകൂടെ ഒന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ സീരീസിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കൂട്ട് ഈ ഒരു വീഡിയോൻ്റെയും ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഒരു 100 ലൈക്കാണ്. അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എത്രമാത്രം വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്കൊന്ന് കൺവേ ആവാൻ വേണ്ടിയിട്ടാണ്. അറിയാലോ, സാമാന്യം വലിയൊരു കോമിക് ആണെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം പാർട്സ് ആയിട്ട് നമുക്കിത് ചെയ്യാനും ഒക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അടുത്തടുത്ത പാർട്സ് പെട്ടെന്ന് ചെയ്യാനായിട്ട് എനിക്കൊരു ഊർജ്ജം കിട്ടുന്നത് നിങ്ങളുടെ ഇടയിൽ എത്രമാത്രം വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ തന്നെയാണ്. സോ അതിനനുസരിച്ച് നിങ്ങൾ കണ്ടങ്ങ് പെരുമാറിയാൽ നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് വേൾഡ് വാർ ഹൾക്ക്. സക്കാറിലെ ഹൾക്കിൻ്റെ വാഴ്ച അവസാനിപ്പിക്കാനായിട്ട് റെഡ് കിങ് ഹൾക്കിനെതിരെ സിൽവർ സർഫറിനെ തന്നെ ഇറക്കുന്നു. ആ ഒരു സിൽവർ സർഫറിൻ്റെ കൂട്ട് പിടിച്ച് തന്നെ ഹൾക്ക് റെഡ് കിങ്ങിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ കാട് കയറിയിരിക്കുകയാണ്. ഹൾക്കിനെ അന്വേഷിച്ച് റെഡ് കിങ്ങിൻ്റെ സോൾജേഴ്സ് ആ കാട് മൊത്തം അന്വേഷിച്ച് നടക്കുകയാണ്. ഹൾക്കാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ തന്റെ ടീമിനൊപ്പം ഇപ്പോൾ ആയിരിക്കുവാണ്. വലിയ കാര്യത്തിൽ ഒബീഡിയൻ ഡിസ്കും നശിപ്പിച്ച് റെഡ് കിങ്ങിൻ്റെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടായിരുന്നു. എങ്ങോട്ടും തിരിയാനുള്ള ഒരു അവസരം അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും റെഡ് കിങ്ങിൻ്റെ സോൾജേഴ്സാണ്. ഒടുവിൽ യെല്ലോ മുന്നോട്ട് വന്ന് തന്റെ ടീമിനോടായിട്ട് പറയുവാണ്, എത്ര നേരമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്, നമുക്കങ്ങ് ഇറങ്ങിച്ചെല്ലാം, വരുന്നത് വരട്ടെ, റെഡ് കിങ്ങിനെയും അവൻ്റെ സോൾജേഴ്സിനെയും ഇവിടെ വെച്ച് തന്നെ തീർക്കാം. എന്നാൽ ആ ഒരു തീരുമാനത്തിൽ ചെറിയ പ്രശ്നങ്ങളോടൊന്ന് മനസ്സിലാക്കിയ ഷാഡോ മാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുവാണ്, അത് വലിയ അബദ്ധമാവും. നമ്മളിപ്പോൾ അവൻ്റെ സോൾജേഴ്സിന് വല്ലതും ചെയ്താൽ നമ്മൾ എവിടെയാണെന്നുള്ള കാര്യം അവന് മനസ്സിലാവും. അവൻ്റെ മൊത്തം ആർമിയെ കൂട്ടി നമ്മുടെ നേരെ വന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും ആ ഒബീഡിയൻ ഡിസ്ക് അവൻ നമ്മുടെ മേൽ അണിയിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആവും. ഷാഡോമൻ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചു. ഇപ്പോൾ തങ്ങൾക്ക് ആവശ്യം ഒളിച്ചിരിക്കാനൊരു സ്ഥലമാണ്. അതിന് മീക്ക് മുമ്പോട്ട് വന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം എനിക്കറിയാം, എല്ലാവരും എൻ്റെ കൂടെ വാ. ഇതേ സമയം ലൂട്ടനന്റിന്റെ കീഴിലുള്ള സോൾജേഴ്സും എല്ലാം കാട് മൊത്തം വല വിരിച്ചിരിക്കുകയായിരുന്നു ഹൾക്കിന് വേണ്ടി. എന്നാൽ എല്ലാവരും തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും ഹൾക്ക് എവിടെയാണെന്നുള്ളൊരു കാര്യത്തെപ്പറ്റി യാതൊരു സൂചനയും അവർക്ക് കിട്ടിയതുമില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാടിനകത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം ചെന്നവർ അന്വേഷിച്ചാൽ പോലും ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഹൾക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹൾക്ക് എവിടെയാണ് ഇവിടെ വന്നിരുന്നു എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിരുന്നുമില്ല. പേടിപ്പിച്ചും അടിച്ചും ഇടിച്ചും എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ആരും ഹൾക്കിന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഹൾക്കിനാണ് ഞങ്ങളുടെ സപ്പോർട്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്തു. ഒടുവിൽ ഗതിമുട്ടിയ ലൂട്ടനന്റ് ഇപ്പം മനസ്സിൽ തന്നോടായി പറയുവാണ്, ഹൾക്ക്, ആരൊക്കെ നിന്നെ രക്ഷിക്കാൻ നോക്കിയാലും എത്രയൊക്കെ കാട് നീ കയറിയാലും നിന്റെ ഒടുക്കം അതെൻ്റെ കൈ കൊണ്ടായിരിക്കും. റെഡ് കിങ്ങിൻ്റെ കണ്ണിൽ പെടാതെ കുറച്ച് ദിവസത്തേക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് മീക്ക് ഹൾക്കിനെയും ഹൾക്കിൻ്റെ ടീമിനെയും കൊണ്ടുചെന്നത് ഇമ്പീരിയൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. ഈ ഗ്രാമത്തിനടുത്താണ് വൈൽഡ് ബോട്ട്സിൻ്റെ ശല്യം ഉണ്ടായിട്ട് ഹൾക്കും ഹൾക്കിൻ്റെ ടീമും വന്ന ആ വൈൽഡ് ബോട്ട്സിനെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് തൂഫാനാക്കിയത്. സോ അതിൻ്റെ ഒരു നന്ദി ഈ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൾക്കും ഹൾക്കിൻ്റെ ടീമും വന്നപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയായിരുന്നു അവരെ വരവേറ്റത്. എന്നാലും അവിടെയുള്ള ചിലർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, റെഡ് കിങ്ങിനെ തന്നെ വെറുപ്പിച്ചുകൊണ്ടാണല്ലോ ഹൾക്കിൻ്റെ വരവ്. സോ റെഡ് കിങ്ങിനെ തന്നെ വെറുപ്പിച്ചു വന്ന ഹൾക്കിന് തങ്ങൾ ഇവിടെ അഭയം കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പേടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹൾക്ക് അവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, അടുത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കിട്ടിയതിന് ശേഷം ഞങ്ങളിവിടം വിടും. അതുവരെ ഞങ്ങൾക്കിവിടെ നിന്നേ പറ്റൂ. അതുവരെ ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇത് ഹൾക്കിൻ്റെ വാക്ക്. ഇതേസമയം മീക്ക് ആരോടൊന്നും പറയാതെ ആ ഒരു ഗ്രാമത്തിൻ്റെ പുറകുവശത്തേക്ക് നടന്നു പോകുന്നത് ഹൾക്ക് കണ്ടു. ഹൾക്ക് പതിയെ മീക്കിൻ്റെ പുറകെ പോയി ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ മീക്ക്, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്താ അത്? ഹൾക്കിൻ്റെ ആ ഒരു ചോദ്യം കേട്ട മീക്ക് തൻ്റെ കഥ പറയുവാണ്. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമുക്ക് ഒളിച്ച് താമസിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ പ്രതികാരത്തിന് കൂടി വേണ്ടിയാണ്. മീക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്ന ഹൾക്കിനടുത്ത് മീക്ക് തൻ്റെ കഥ തുടർന്നു. എൻ്റെ അച്ഛനും ഞാനും എൻ്റെ വർഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഈ ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ എൻ്റെ വർഗത്തിലെ ആളുകളുടെ തലവനായിരുന്നു. എല്ലാം വളരെ സന്തോഷകരമായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ റെഡ് കിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഹെഡ്മാൻ എന്നൊരാൾ വന്നു. ഞങ്ങളോട് ഈ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. ഈ സ്ഥലം അവൻ്റെയും അവൻ്റെ റെഡ് കിങ്ങിൻ്റെയും സ്വന്തമാണെന്ന് പറഞ്ഞു. എന്നാൽ അതിന് സമ്മതിക്കാതിരുന്ന എൻ്റെ അച്ഛനെയും എൻ്റെ ഗോത്രത്തിലെ ബാക്കിയുള്ളവരെയും അവൻ അടിമകളാക്കി. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ അച്ഛനെ അവൻ കൊന്നു. ജീവനും കൈ പിടിച്ച് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, പ്രതികാരം. എന്നെ ഈ നിലയിലെത്തിച്ച ആ ഒരു ഹെഡ്മാനോടുള്ള പ്രതികാരം. അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെയും നമ്മുടെ ടീമിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിന്
നീ എന്നെ സഹായിച്ചേ പറ്റൂ. മീക്ക് ഈ പറഞ്ഞതെല്ലാം ഹൾക്കിന് പുറകെ അങ്ങോട്ട് എത്തിയ ഹെഡ്മാനും കേൾക്കുന്നുണ്ടായിരുന്നു. സോ മീക്കിന്റെ ലക്ഷ്യം തന്നെ കൊല്ലാനാണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഹെഡ്മാന് മനസ്സിലായിരിക്കുകയാണ്. എൻ്റെ പാസ്റ്റിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ആ റെഡ് കിങ്ങിന് വേണ്ടി ചെയ്തു കൂട്ടി. ഇപ്പോൾ ഞാനതിനെല്ലാം പശ്ചാത്തപിക്കുന്നു. എന്നെ കൊല്ലണമെന്ന് നീ വിചാരിക്കുന്നതിൽ തെറ്റില്ല, അത് തീർത്തും ന്യായമാണ്. എന്നാൽ അതിനിടയ്ക്ക് ഈ ഗ്രാമത്തിലെ പാവം ജനങ്ങൾ കൂടെ മരിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്ന് ഏറ്റുമുട്ടാം. നിനക്ക് കഴിവുണ്ടേ, നിന്റെ പ്രതികാരം നീ അവിടെ വെച്ച് തീർക്ക്. എന്താണ് മീക്കിന്റെ തീരുമാനമെന്ന് അറിയാനായിട്ട് ഹൾക്ക് മീക്കിനെ നോക്കി. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ആ ഒരു പോരാട്ടത്തിന് മീക്കും റെഡിയായിരുന്നു. അങ്ങനെ കള ഒരുങ്ങി. ഹെഡ്മാനും മീക്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന പോരാട്ടം. എല്ലാവരും ഒരുമിച്ച് കൂടി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഹെഡ്മാൻ മുന്നോട്ട് വന്ന് മീക്കിനോടായിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഞാൻ നിന്റെ അച്ഛനെയും നിന്റെ ഗോത്രത്തിലുള്ള ബാക്കിയുള്ളവരെയും ഇല്ലാതാക്കിയത്. ഇവിടെ വെച്ച് തന്നെ ആവട്ടെ നമ്മുടെ പോരാട്ടവും. ഇതുകൂടി കേട്ടതോടെ മീക്കിന് നിലതെറ്റി. ഫുൾ റേജിൽ അവൻ ഹെഡ്മാനെ എടുത്തിട്ടടിക്കാൻ തുടങ്ങി. ബാറ്റിൽ എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും എല്ലാം ഹെഡ്മാന് തന്നെയാണ് കൂടുതൽ. എന്നാൽ കൂടി അതിനേക്കാളൊക്കെ മുകളിലായിരുന്നു മീക്കിന്റെ പ്രതികാരദാഹം. അതുകൊണ്ട് തന്നെ മീക്കിന് മുന്നിൽ അധിക നേരം ഹെഡ്മാനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഹെഡ്മാൻ താഴെ വീണു. ഒറ്റ കുത്തിന് അവനെ ഇല്ലാതാക്കാനുള്ള ദേഷ്യം ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൂടി മീക്കിന് അതിന് കഴിയുമായിരുന്നില്ല. കാരണം ഹെഡ്മാൻ ഇപ്പോൾ താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഹെഡ്മാനെ അവൻ കൊല്ലാതെ വിട്ടു. എന്നാൽ ഇതേ സമയം അവിടെ ആ ഒരു പരിസരത്തൊക്കെ ആയിട്ട് ചുറ്റി നടന്ന ഹൾക്കിന് അവിടുത്തെ മണ്ണിന് എന്തോ പ്രത്യേകതയുള്ളതായിട്ട് തോന്നി. ആ ഭാഗത്തുള്ള മണ്ണിലോട്ട് ഹൾക്ക് ആഞ്ഞൊരു ചവിട്ട് വെച്ച് കൊടുത്തപ്പോൾ അവിടെയുള്ള മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് താഴത്തോട്ട് പോയി. അവിടെ ഒരു ഗുഹ പോലെ കാണപ്പെട്ടു. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഹൾക്കിന് കാര്യം മനസ്സിലായി. അത് വെറും ഒരു ഗുഹയല്ല, ഒരു ജയിൽ പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് ആ ഒരു ജയിലിനകത്ത് ഈ ഒരു ഹെഡ്മാൻ കീഴ്പ്പെടുത്തിയ ആളുകളെയെല്ലാം ചെങ്ങലക്കിട്ട് ഒരു അടിമകളെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ മീക്കിന്റെ ഗോത്രത്തിൽപ്പെട്ട ബാക്കിയുള്ള ആളുകളും ഉണ്ടായിരുന്നു. സോ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെന്ന് പറഞ്ഞതും പശ്ചാത്താപമാണെന്ന് പറഞ്ഞതും എല്ലാം ഹെഡ്മാൻ വെറുതെ പറഞ്ഞായിരുന്നു എന്നുള്ള കാര്യം ഹൾക്കിന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. മരിച്ചുപോയെന്ന് വിചാരിച്ച മീക്കിന്റെ ഗോത്രത്തിലെ ബാക്കിയുള്ളവരെയെല്ലാം ഇത്രയും കാലം അടിമകളെ പോലെ ആ ഒരു തടങ്കലിൽ പാർപ്പിച്ചിരിക്കുമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഹെഡ്മാനെ കൊല്ലാതെ നിൽക്കുന്ന മീക്കിനെ നോക്കിക്കൊണ്ട് ഹൾക്ക് ഉറക്കെ പറഞ്ഞ്, മീക്ക് തീർക്കവനെ. അങ്ങനെ തന്റെ ഗോത്രത്തോട് ഹെഡ്മാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വലിയ ക്രൂരത കൂടെ കണ്ടതോടെ കാര്യങ്ങൾ മീക്കിന്റെ കൈവിട്ടുപോയി. അതേസമയം ഇവിടെ ഇനി നിന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ഹെഡ്മാൻ തന്റെ സോൾജേഴ്സിനെ വെച്ച് മീക്കിനെയും ഹൾക്കിനെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഹെഡ്മാനെ കിട്ടാത്തതിലുള്ള ആ ഒരു അരിശം മീക്ക് അവിടെയുള്ള ബാക്കി സോൾജേഴ്സിന്റെ അടുത്തെല്ലാം കാണിച്ചു. എല്ലാവരെയും അടിച്ച് പൊളക്കാൻ തുടങ്ങി. അങ്ങനെ ഹെഡ്മാന്റെ കൂടെ ചേർന്ന് തന്റെ ഗോത്രത്തെ ഇത്രയും നാൾ തടവിൽ പാർപ്പിച്ച എല്ലാവരെയും ഹൾക്കും മീക്കും അവരുടെ ആ ഒരു ടീമും ചേർന്ന് അടിച്ച് തൂഫാനാക്കി തന്നെ പറയാൻ പറ്റും. ആ ഒരു വില്ലേജ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായെന്ന് പറയാം. എന്നാൽ ഒരു ഘട്ടത്തിൽ പ്രതികാരം തലയ്ക്ക് പിടിച്ച് പ്രാന്തായ മീക്ക് അവിടെയുള്ള സാധാരണ ജനങ്ങളെയും കൊല്ലാനായിട്ട് തുടങ്ങി. ഇത് കണ്ട് ഹൾക്കിനെ ചെറിയൊരു പന്തികേട് മണത്ത്. ഹൾക്ക് പറഞ്ഞിട്ട് പോലും മീക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം ഹൾക്കിന് വേറെ വഴിയില്ലാതെ തണ്ടർ ക്ലാപ്പ് യൂസ് ചെയ്ത് മീക്കിനെ അവൻ അടിച്ചു വീഴ്ത്തുവാണ്. ഇത് കണ്ടതും മീക്ക് ദേഷ്യം വന്ന് ഹൾക്കിനോടായിട്ട് ചോദിക്കുവാണ്, നീ എന്തിനാ എന്നെ തടയുന്നത്? ഇവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല, എല്ലാവരെയും കൊല്ലണം. നിന്റെ പ്രതികാരം അത് ന്യായമാണ്, എന്നാൽ അത് നീ കാണിക്കേണ്ടത് ഇവരോടല്ല, അവനോടാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് അവിടെ മിച്ചം വന്ന ആ ഒരു ഹെഡ്മാന്റെ സോൾജേഴ്സിനോടായിട്ട് ചോദിച്ചു, അവൻ എങ്ങോട്ടേക്കാ പോയത്? ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാവണം ഒറ്റ ചോദ്യത്തിന് തന്നെ അവന്മാർ കാര്യം പറഞ്ഞു. ഇവിടെ അടുത്ത് സ്റ്റെപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ അവനൊരു കൊട്ടാരം പണിയിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളെ വെച്ച് തന്നെ അവിടെ അടിമപ്പണി എടുപ്പിക്കുന്നത്. അവൻ അങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ വൈകിയില്ല, ഹൾക്ക് അവിടെയുള്ള എല്ലാ അടിമകളെയും മോചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ ആർമി പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ലക്ഷ്യമാക്കി നടന്നു. ഹൾക്കും ഹൾക്കിന്റെ ടീമും അവിടെ നിന്ന് പോയി അധികം വൈകിയില്ല. ലൂട്ടനന്റും പുള്ളിക്കാരുടെ കീഴിലുള്ള സോൾജേഴ്സും എല്ലാം കൂടി ഹൾക്കിനെ അന്വേഷിച്ച് ആ ഒരു ഗ്രാമത്തിലോട്ട് എത്തിച്ചേർന്നു. എന്നാൽ ആ ഒരു ഗ്രാമം മൊത്തത്തിൽ നശിച്ച് നാറാണക്കല്ല് എടുത്തിരിക്കുന്നത് കണ്ട് അവരാകെ അതിശയപ്പെട്ടു പോയി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹൾക്ക് ഇവിടെ വന്നിരുന്നോ? അതിനവിടെയുള്ള ഒരു സോൾജേഴ്സും ഇപ്പോൾ ആ ലൂട്ടനന്റിനോടായിട്ട് പറയുവാണ്, അവൻ വരികയും ചെയ്ത് ഞങ്ങൾക്കിട്ട് കിട്ടുകയും ചെയ്ത്, ദയവ് ചെയ്ത് ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും തരരുത്. ഇതേസമയം ഹൾക്കും ഹൾക്കിൻ്റെ ടീമും സ്റ്റെപ്പീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സോൾജേഴ്സ് പറഞ്ഞ പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹെഡ്മാൻ. ഹൾക്കിൻ്റെ ആ ഒരു ആർമിയെയും കണ്ട് മൊത്തത്തിൽ കിളിപോയി നിൽക്കുന്ന ഹെഡ്മാൻ്റെ അടുത്തായിട്ട് ഹൾക്ക് പറഞ്ഞു, ഒളിച്ചോടിയ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടെ നീ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഇവരുടെ എല്ലാം മുമ്പിലിട്ട് നിന്നെ തീർക്കും, അതാണ് അതിൻ്റെ ശരി. എന്നാൽ ഹൾക്കിനെ നോക്കി ഒട്ടും ശൗര്യം കുറയാതെ തന്നെ ഹെഡ്മാൻ പറയുവാണ്, എന്നെ തീർക്കാൻ മാത്രം ചങ്കൂറ്റം ഉണ്ടോടാ നിനക്കൊക്കെ? അടിമക്കൂട്ടം, നിനക്കൊന്നു എൻ്റെ രോമത്തി. ഡയലോഗ് പറഞ്ഞ് മുഴുവനാക്കാൻ പോലും സമ്മതിച്ചില്ല. മീക്ക് തൻ്റെ ആയുധം കൊടുത്ത് അവൻ്റെ പള്ളക്ക് തന്നെ അങ്ങ് കയറ്റി കൊടുത്തു. അങ്ങനെ അവിടെയും ഹെഡ്മാൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നരകയാതന അനുഭവിച്ചിരുന്ന അടിമകളെല്ലാം ഇപ്പോൾ ഹൾക്കിൻ്റെ കൂടെ ചേർന്നിരിക്കുവാണ്. ഹൾക്കിനെ ഒരു രാജാവായി തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ആരുമില്ലാതെ സക്കാറിലെത്തിയ ഹൾക്ക്
തൻ്റെ പുറകിലായി ഇപ്പോൾ ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം സക്കാറിലെ കൊട്ടാരത്തിൽ റെഡ് കിങ്ങിന്റെ കേസിൽ കാര്യങ്ങൾ കുറച്ച് കൈവിട്ട് പൊക്കൊണ്ടിരിക്കുമായിരുന്നു. സക്കാറിൽ എങ്ങും ഹൾക്ക് സൃഷ്ടിച്ച ഈ ഒരു വിപ്ലവം റെഡ് കിങ്ങിനെ ആകെ തളർത്തുമായിരുന്നു. താൻ അടിമകളായി ട്രീറ്റ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ തനിക്കെതിരെ തന്നെ ശബ്ദം ഉയർത്താൻ മാത്രം ധൈര്യം വന്നു എന്നുള്ളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പുള്ളിക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റെഡ് കിങ് ഒരു മാഡ് കിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് തന്നെ പോയിട്ട് തന്റെ എക്സോസ്കെൽട്ടൺ സ്യൂട്ട് വിട്ടുകൊണ്ട് തന്റെ മുമ്പിൽ ഹൾക്കിന് സ്തുതി പാടുന്ന ആളുകളെ എല്ലാം ലിറ്ററലി കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരാൾ റെഡ് കിങ്ങിന്റെ ഈ ഒരു ക്രൂരതകളൊക്കെ കണ്ടിട്ട് റെഡ് കിങ്ങിന്റെ മുമ്പിലോട്ട് തന്നെ വന്നിട്ട് പറയുവാണ്, പ്രവചനങ്ങൾ സത്യമാണ്. സക്കാറിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന സക്കാറിന്റെ അന്തകൻ അത് നിങ്ങളാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത് അവനാ, ഹൾക്ക്. ഇതുകൂടെ കേട്ടതോടുകൂടി റെഡ് കിങ്ങിന്റെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ശരിയാടാ, നിന്റെയൊക്കെ അന്തകൻ ഞാനാ, അവൻ നിന്റെയൊക്കെ രക്ഷകനും. പറ, നിന്റെ രക്ഷകനോട് നിന്നെ രക്ഷിക്കാൻ പറയടാ. ഇതും പറഞ്ഞുകൊണ്ട് റെഡ് കിങ് തൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കുമായിരുന്നു. കുറച്ച് മാറി നിന്ന് ല്യൂട്ടനൻറ്റും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണല്ലോ പോകുന്നത് എന്നുള്ളൊരു കാര്യം ല്യൂട്ടനൻറ്റും ഇപ്പോൾ മനസ്സിലാക്കുവാണ്. എന്നാൽ ഇതേ സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ കൂട്ട് ഹൾക്കിൻ്റെ കീഴിൽ തന്നെ ഒരു സൈന്യത്തെ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുവാണ്. അവർക്കെല്ലാം ഇപ്പോൾ ഹൾക്കാണ് രാജാവ്. സോ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഷാഡോ മാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുവാണ്, നമ്മുടെ കയ്യിൽ ആളുണ്ട്, ആയുധവുമുണ്ട്, ഇപ്പം പോയ റെഡ് കിങ്ങിനെ അടിക്കാം. എന്നാൽ ഹൾക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തോപ്പിച്ച് രാജാവാകണമെന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നും പുള്ളിക്കില്ല. പുള്ളിയുടെ ആ ഒരു പോക്കിൽ പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുന്നു എന്നതിനപ്പുറം പുള്ളിക്ക് ഒരു വലിയ കിങ് എന്നൊരു മോഡിലോട്ടൊന്നും പോകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഹൾക്കിനില്ല. എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? ഞാൻ ആരുടെയും രാജാവല്ല, എൻ്റെ കീഴിൽ ആരും അടിമകളുമല്ല. നിങ്ങളൊന്നും അടിമകളായിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ അവിടെ നിന്നെല്ലാം രക്ഷിച്ചത്. എന്നിട്ടിപ്പോൾ എന്നെ വിട്ടേക്ക്, ഞാനൊന്നിനുമില്ല. എന്നാൽ ഇത് കേട്ടതും അവിടെ ഒരാൾക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ വേറെ ആർക്കുമല്ല, മീക്കിന്. കാരണം മീക്ക് ഇനിയിപ്പോൾ ഹൾക്കിനെ വെച്ച് നേരെ റെഡ് കിങ്ങിനെ തന്നെ അങ്ങ് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ കാര്യങ്ങൾ സെറ്റാക്കി ഇരിക്കുമായിരുന്നു. ഹൾക്ക്, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്റെ പിന്നിൽ നീ തന്ന ധൈര്യം കൊണ്ട് റെഡ് കിങ്ങിനെതിരെ ഒരു സൈന്യം തന്നെ ഞങ്ങളുണ്ടാക്കി. എന്നിട്ടിപ്പോൾ നീ തന്നെ പിന്മാറുവാണെന്ന് പറഞ്ഞാൽ റെഡ് കിങ്ങിനെ തീർക്കാൻ നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് മീക്ക് തൻ്റെ ആയുധം എടുത്ത് ഹൾക്കിനെ നേരെ നീട്ടുവാണ്. സംഭവം വേറെ ഒന്നുമല്ല, മീക്കിന് പ്രതികാരം എന്നുള്ളൊരു മൈൻഡിൽ പുള്ളിയുടെ മനസ്സങ്ങ് ഉറച്ചുപോയി. അതിനെ സഹായിക്കാനായിട്ട് ഹൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു ദേഷ്യമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. തന്നെ എതിർക്കാനായി തൻ്റെ നേരെ തന്നെ ആയുധം ചൂണ്ടി നിൽക്കുന്ന മീക്കിനെ കണ്ട് ഹൾക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സക്കാറിൽ ഞാൻ കാലുകുത്തിയപ്പോൾ തൊട്ട് നീ എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഇവരെക്കാളൊക്കെ കൂടുതലായി നിനക്കറിയാം. എന്നിട്ടും എന്നെ നേരെ നിന്നടിക്കാൻ നിനക്ക് ധൈര്യമുണ്ടേ? വാടാ.